ഹായ് ഓൾ, എല്ലാവർക്കും സീക്രട്ട് PSCയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഫയർമെൻ ഫയർ വുമൺ ഇന്ന് നടന്ന എക്സാമിൻ്റെ ആൻസർ കീ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയെ ലോക സമ്പദ് വ്യവസ്ഥയുമായി സംയോജിപ്പിക്കുന്നതിന് പറയുന്ന പേരെന്താണ്? ആൻസർ ഓപ്ഷൻ സി, ആഗോളവൽക്കരണം. സാമ്പത്തിക ധനകാര്യ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേരെന്താണ്? ആൻസർ ഓപ്ഷൻ എ, RBI ഡിജിറ്റൽ. ഇന്ത്യയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 1ഉം 2ഉം. ഒറ്റ പൗരത്വം മാത്രമേയുള്ളൂ. ഭൂപ്രദേശങ്ങളുടെ കൂട്ടിച്ചേർക്കൽ വഴി പൗരത്വം നേടിയെടുക്കാം. ഭരണഘടനയുടെ 4ാം ഭാഗത്തിലാണ് വരുന്നതെന്ന് പറയുന്നു. നമുക്കറിയാം പൗരത്വത്തെക്കുറിച്ച് പറയുന്ന ഇതിലാണ് 2ാമത്തെ ഭാഗത്തിലാണ്. രാഷ്ട്ര നിർദ്ദേശക തത്വങ്ങളെ പറ്റിയുള്ള ശരിയായ വിവരം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, 1 മാത്രമാണ്. ഭരണഘടനയുടെ 36 മുതൽ 51 വരെയാണ് മാർഗനിർദ്ദേശക തത്വങ്ങളെക്കുറിച്ച് പറയുന്നതിലെ പാർട്ട് 4. നെക്സ്റ്റ്, ലിസ്റ്റ് 1, ലിസ്റ്റ് 2 എന്നിവയുമായി യോജിപ്പിച്ച് നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. കേന്ദ്ര ലിസ്റ്റിൽ വരുന്നത് ഏതാണ്? തുറമുഖങ്ങളാണ് കേന്ദ്ര ലിസ്റ്റിൽ വരുന്നത്. ഇനി സംസ്ഥാന ലിസ്റ്റിൽ കന്നുകാലി പരിപാലനം വരും. സംയുക്ത ലിസ്റ്റ് കൺകറന്റ് ലിസ്റ്റിൽ മായം ചേർക്കൽ വരും. ആൻസർ ഓപ്ഷൻ ബി ആണ്, A1, B3, C2. 44ാം ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയല്ലാത്തവ കണ്ടെത്തുക. സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത് ശരിയാണ്. നിലവിലെ അനുച്ഛേദം 300B ഉൾപ്പെടുന്നതാണ് സ്വത്തവകാശം എന്ന് പറയുന്നു. അത് തെറ്റാണ്, 300A അല്ലേ. ഇനി നിലവിൽ 222(4) മാറ്റങ്ങൾ വരുത്തി കരുതൽ തടങ്കൽ സാധുവാക്കുന്ന കൂടുതൽ ഉപാധികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ശരിയാണ്. 352 അനുച്ഛേദത്തിൽ ആഭ്യന്തര കലാപം എന്നതിന് പകരം സായുധ വിപ്ലവം എന്നാക്കി മാറ്റി. അതും ശരിയാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്. 2 മാത്രമാണ് ഇവിടെ തെറ്റായ പ്രസ്താവന. ചുവടെ നൽകിയതിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ജില്ലാ കൗൺസിൽ. VBD ആണ് എന്ന് വെച്ചാൽ വില്ലേജ്, അതുപോലെ തന്നെ ബ്ലോക്ക്, അതുപോലെ തന്നെ എന്താണ് ഡിസ്ട്രിക്റ്റ് അല്ലേ. ഏതൊക്കെയാണ് വരുന്നത്? ഗ്രാമപഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് ആണ് വരുന്നത്. ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദങ്ങൾ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, അനുച്ഛേദം 29 മുതൽ 30 വരെയാണ്. നമുക്കറിയാം സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശങ്ങളിലാണ് ന്യൂനപക്ഷങ്ങളെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. നെക്സ്റ്റ്, ശരിയല്ലാത്ത പ്രസ്താവനയാണ്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപവൽക്കരിച്ചത് ക്രിപ്സ് മിഷൻ പദ്ധതിയിലെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ്. ക്രിപ്സ് മിഷൻ അല്ലാതെ ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപവൽക്കരിച്ചത്. ഇനി 10 ലക്ഷം പേർക്ക് ഒരാൾ എന്ന അനുപാതത്തിലാണ് സീറ്റുകൾ നിയമിച്ചത്. ശരിയാണ്. സഭയുടെ ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9 നടന്നു. അതും ശരിയാണ്. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ശരിയാണ്. ചുവടെ പറയുന്നതിൽ കേന്ദ്ര സർവീസുകൾ ഏതെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 3ഉം 4ഉം. ഇന്ത്യൻ റെയിൽവേ സർവീസ്, ഇന്ത്യൻ റവന്യൂ സർവീസ്. ചുവടെ നൽകിയിരിക്കുന്നതിൽ 1947 ശേഷം ജനിച്ച ഇന്ത്യയിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ആരെല്ലാം? ആൻസർ ഓപ്ഷൻ ബി, 2 മാത്രം, ജ്ഞാനേഷ് കുമാർ. കേരള സംസ്ഥാന വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. 1990 കേരള വനിതാ കമ്മീഷൻ നിയമത്തിലെ 5ാം വകുപ്പ് പ്രകാരമാണ് കേരള വനിതാ കമ്മീഷൻ സ്ഥാപിതമായത്. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ, അംഗങ്ങൾ എന്നിവരുടെ കാലാവധി 5 വർഷമാണ്. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ഒരു യോഗത്തിൻ്റെ കോറം 4 ആയിരിക്കേണ്ടതാണ്. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ പ്രസിദ്ധീകരണമാണ് സ്ത്രീ ശക്തി. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ആൻസർ ഓപ്ഷൻ എ, 1ഉം 2ഉം മാത്രം. 2005 ദേശീയ ദുരന്ത നിവാരണ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകൃതമായത്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ചീഫ് സെക്രട്ടറിയാണ്. 2008 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ആൻസർ ഓപ്ഷൻ സി, 2ഉം 3ഉം മാത്രം. 2008 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ 8ാം വകുപ്പ് പ്രാദേശിക തല നിരീക്ഷണ സമിതിയുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. 2008 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരള സംസ്ഥാന തണ്ണീർത്തട സംരക്ഷണ അതോറിറ്റി രൂപീകൃതമായത്.
കേരള സർക്കാരിൻ്റെ വിവിധ പദ്ധതികളെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ തെറ്റായത് ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ് 1ഉം 2ഉം. കേരള സാമൂഹ്യ നീതി വകുപ്പ് സർക്കാർ സേവനങ്ങൾ വീട്ടുപടിക്കൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച വെബ് പോർട്ടൽ കെ സ്മാർട്ട് എന്ന് പറയുന്നു. അത് തെറ്റാണ്. അതുപോലെ തന്നെ ആദിവാസി ജനതയ്ക്ക് വേണ്ടിയാണ് സ്നേഹയാനം എന്ന് പറയുന്നു. അതും തെറ്റാണ്. മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി പല്ല് സെറ്റ് നൽകുന്ന സാമൂഹിക നീതി വകുപ്പിൻ്റെ സംരംഭമാണ് മന്ദഹാസം. അത് ശരിയാണ്. മനുഷ്യ ശരീരത്തെ സംബന്ധിച്ച ചില വിവരങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. ശരിയായത് പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന ലിഗ്മെൻറ്റുകളാണ്. തെറ്റാണ്. പേശി അസ്ഥിയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ലിഗ്മെൻറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അസ്ഥികളുമായിട്ട് മാത്രം ബന്ധിപ്പിക്കുന്നതാണ് ലിഗ്മെൻറ്റ്. അപ്പോൾ അത് എന്താണ് ശരിയായതാണ് മാത്രം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ തെറ്റാണ്. ത്വക്കിന് നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് മെലാനിൻ എന്ന് പറയുന്നത്. ശരിയാണ്. കണ്ണിലെ ലെൻസിൻ്റെ സ്ഥാനത്ത് ഉറപ്പിച്ച് നിർത്തുന്നത് റേഡിയൽ പേശികളാണ്. അത് തെറ്റാണ്. അതുപോലെ തന്നെ വാഗസ് നാഡി ഒരു സുഷുമ്നാ നാഡിക്ക് ഉദാഹരണമാണെന്ന് പറയുന്നു. അതും തെറ്റാണ്. ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നതാണ് ശരിയായത് മാത്രമാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. 2 മാത്രം. ശരിയായ ജോഡി ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. അതായത് കുഷ്ഠരോഗം വരുന്നത് ബാക്ടീരിയ രോഗമാണ് കുഷ്ഠരോഗം. അത്ലറ്റ്സ് ഫുട്ട് എന്ന് പറയുന്നത് എന്താണ്? ഫംഗസ് രോഗമാണ്. മീസിൽസ് എന്ന് പറയുന്നത് എന്താണ്? വൈറസ് രോഗമാണ്. മന്തുരോഗം വിരകൾ. ആൻസർ ഓപ്ഷൻ ബി. A4, B3, C2, D1. ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറയുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉം 3ഉം 4ഉം ശരിയാണ്. എല്ലാം ശരിയാണ്. എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തെ ബാധിക്കുന്നു. നാഡീ പ്രവർത്തനങ്ങൾ തകരാറിലാകുന്നു. പേശി പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു. രക്തം കട്ട പിടിക്കുന്നത് തകരാറിലാക്കുന്നു. ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറയുമ്പോൾ എല്ലിനെയും പല്ലിനെയും ആരോഗ്യത്തെ ബാധിക്കും. നാഡീ പ്രവർത്തനങ്ങൾ തകരാറിലാകും. പേശി പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുണ്ട്. രക്തം കട്ട പിടിക്കുന്നത് തകരാറിലാകുന്നു. നെക്സ്റ്റ്, രക്തത്തിൽ ഏറ്റവും കുറഞ്ഞ അളവിൽ കാണപ്പെടുന്ന ശ്വേതരക്താണു ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ്. ബേസോഫിലാണ് കുറഞ്ഞ അളവിൽ കാണപ്പെടുന്നത്. ജൈവ വൈവിധ്യ നാശത്തിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി. 4 മാത്രം. പ്രകൃതി നിർദ്ധാരണം. കേരള സർക്കാരിൻ്റെ കിടപ്പ് രോഗികൾക്കായുള്ള ശുശ്രൂഷ പദ്ധതിയാണ് ഓപ്ഷൻ എ ആശ്വാസകിരണം. ഫോക്കൽ ദൂരം 5 സെൻറ്റിമീറ്റർ ആയ ഒരു ലഘു സൂക്ഷ്മദർശിനി സിമ്പിൾ മൈക്രോസ്കോപ്പിലെ കോണീയ ആവർത്തനം എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി 6. മൈക്രോവേവ് ഓവനിൽ ഭക്ഷണം ചൂടാകുന്നതിൻ്റെ പ്രധാന കാരണം എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ജലതന്മാത്രകളുടെ കമ്പനം. താഴെ പറയുന്നതിൽ ഘർഷണ ബലം ഏതിനെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ഉപരിതലങ്ങളുടെ സ്വഭാവം. 2025 റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഗുരുത്വ തരംഗങ്ങൾ സാധാരണമായി ഉണ്ടാകുന്നത് താഴെ പറയുന്ന ഏത് പ്രതിഭാസത്തിലൂടെയാണ്? ആൻസർ ഓപ്ഷൻ സി ബ്ലാക്ക് ഹോളുകളുടെ ലയനം. രൂപാന്തരത്വം എന്ന സ്വഭാവ വിശേഷം കാണിക്കാത്ത മൂലകം ഏത്? ആൻസർ ഓപ്ഷൻ ഡി നൈട്രജൻ ആണ് രൂപാന്തരത്വം കാണിക്കാത്തത്. സൾഫർ, കാർബൺ, ഫോസ്ഫറസ് ഒക്കെ എന്നാണ് രൂപാന്തരം കാണിക്കുന്ന മൂലകങ്ങളാണ്. താഴെ തന്നിരിക്കുന്നതിൽ ത്രിബേസിക അമ്ലം അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം 4ഉം. ഓക്സാലിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, കാർബോണിക് ആസിഡ്. ആവർത്തന പട്ടികയിലെ 1ാമത്തെ ഗ്രൂപ്പിലെ ആദ്യത്തെ അംഗമാണ് ലിഥിയം. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ എ 1ഉം 2ഉം 3ഉം. ലിഥിയം എന്ന മൂലകം മഗ്നീഷ്യം എന്ന മൂലകവുമായി വികരണ ബന്ധം കാണിക്കുന്നു. ലിഥിയം സഹസംയോജക സംയുക്തങ്ങൾ രൂപീകരിക്കുന്നു. ലിഥിയത്തിന് ഉയർന്ന അയോണീകരണ ഊർജ്ജമുണ്ട്. നെക്സ്റ്റ് എന്താണ്? തന്മാത്രകളുടെ വാസ്തുവിദ്യയ്ക്ക് എന്ന വിഷയം 2025 രസതന്ത്ര നോബൽ സമ്മാനത്തിന് അർഹമായി. താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന ഏതാണെന്ന് കണ്ടുപിടിക്കുക. അന്തരീക്ഷ വായുവിൽ നിന്ന് ഈർപ്പം വലിച്ചെടുത്ത് ജലമായി സംഭരിക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് ശരിയാണ്. തെറ്റായതാണ് കണ്ടുപിടിക്കേണ്ടത്. വിഷവാതകങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കുവാൻ സാധിക്കുന്നു. പ്ലാസ്റ്റിക് മാലിന്യ പ്രശ്നം പരിഹരിക്കുവാൻ സാധിക്കുന്നു. ആൻസർ ഓപ്ഷൻ ഡി. അണുവായുധങ്ങളിൽ ഉപയോഗിക്കുന്ന വിഷപദാർത്ഥങ്ങൾ ആഗിരണം ചെയ്ത് സംസ്കരിക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നു. അതാണ് അവിടെ തെറ്റായിട്ട് വന്നത്. താഴെ കൊടുത്തിരിക്കുന്നതിൽ മാമാങ്കവുമായി ബന്ധമുള്ള പ്രസ്താവനകൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 2ഉം 3ഉം 4ഉം ആണ് എന്താണ് ചോദിച്ചിരിക്കുന്നത്. ബന്ധമുള്ള പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 2, 3, 4 ആണ് ഇവിടെ ശരിയായ പ്രസ്താവന. 1ആണ് തെറ്റായ പ്രസ്താവന. 12 വർഷം കൂടുമ്പോൾ മാമാങ്കം കൊണ്ടാടിയിരുന്നു. കുലശേഖര വംശം അസ്തമിച്ചതോടെ മാമാങ്കം കൊണ്ടാടിയിരുന്നത് വെള്ളുവ നാടിൻ്റെ അധിപനായ വെള്ളാട്ടിരിയായിരുന്നു. തിരുനാവായിൽ ഭാരതപ്പുഴയുടെ തീരത്തായിരുന്നു മാമാങ്കം കൊണ്ടാടിയിരുന്നത്. മഹാഭാരതത്തിലെ ശിഖണ്ഡിയുടെ ജീവിതവുമായി സാമ്യമുള്ള കഥാപാത്രത്തെ ആർ രാജശ്രീയുടെ ആത്രേയകം എന്ന നോവലിൽ ഏത് പേരിലാണ് അവതരിപ്പിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ വിപുലൻ.
യക്ഷഗാനം എന്ന നാടോടി കലാരൂപവുമായി ചേർന്ന് നിൽക്കാത്ത പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ് 1ഉം 2ഉം. യക്ഷഗാനത്തിന് ബലയാട്ടം എന്ന പേര് കൂടിയുണ്ട്. അതുപോലെ തന്നെ ഇതൊരു അനുഷ്ഠാന കലാരൂപമാണ്. അതാണ് ചേർന്ന് നിൽക്കാത്ത പ്രസ്താവനകൾ. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേരെന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ് വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ, VBG റാം അല്ലേ. നെക്സ്റ്റ് എന്താണ്? VBG റാംജി. ഇന്ത്യയിലെ ആദ്യത്തെ സർക്കസ് സ്കൂൾ കീലേരി കുഞ്ഞിക്കണ്ണൻ 1901 സ്ഥാപിച്ചത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ സി തലശ്ശേരി. നെക്സ്റ്റ് മാത്സ് ആണ്. ഒരു ബഹുഭുജത്തിൻ്റെ ആന്തരിക കോണുകളുടെ തുക 2700 ഡിഗ്രിയാണ്. അതിന് എത്ര വശങ്ങളുണ്ട്? ആൻസർ ഓപ്ഷൻ സി 17. ഒരു സ്കൂളിൽ 2401 വിദ്യാർത്ഥികളുണ്ട്. വരികളുടെ എണ്ണം നിരകളുടെ എണ്ണത്തിന് തുല്യമാകുന്ന തരത്തിൽ കുട്ടികളെ നിർത്തിയാൽ വരികളുടെ എണ്ണം എത്ര? ആൻസർ ഓപ്ഷൻ ഡി 49. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 3 വ്യത്യസ്ത റോഡ് ക്രോസിങ്ങുകളിലെ ട്രാഫിക് ലൈറ്റുകൾ യഥാക്രമം ഓരോ 48 സെക്കൻഡിലും 60 സെക്കൻഡിലും 72 സെക്കൻഡിലും മാറുന്നു. രാവിലെ 7 മണിക്ക് അവ ഒരേ സമയം മാറിയാൽ ഏത് സമയത്താണ് അവ വീണ്ടും ഒരേ സമയം മാറുക? ആൻസർ ഓപ്ഷൻ ബി 7:24 AM. ഒരു ഫ്ലവർ വേസിൻ്റെ വില 120 രൂപയാണ്. കടയുടമ അത് 10% നഷ്ടത്തിന് വിൽക്കുകയാണെങ്കിൽ വിറ്റ വില എത്ര? ആൻസർ ഓപ്ഷൻ സി 108. ഒരു APയുടെ ആദ്യത്തെ പദം ഡേഷും അവസാനത്തെ പദം 146 APയുടെ ആകെ തുക 7171 ആണെങ്കിൽ പദങ്ങളുടെ എണ്ണം എത്ര? ആൻസർ ഓപ്ഷൻ എ 101. ഒരു കോഡ് ഭാഷയിൽ GO 32ഉം SHE 49 എങ്കിൽ SOMEയുടെ കോഡ്? ആൻസർ ഓപ്ഷൻ എ 56. A എന്നത് ബിയുടെ മകനാണ്, സി എന്നത് എയുടെ ഭാര്യയാണ്, ഇ എന്നത് സിയുടെ മകളാണ് എങ്കിൽ ബിയുമായി ഇ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി കൊച്ചുമകൾ. അടുത്ത സംഖ്യ ഇത് 10, 18, 45, 109. ആൻസർ ഓപ്ഷൻ ബി 234. 2016 ജൂലൈ 29 വെള്ളിയാഴ്ച ദിവസം ജനിച്ച കുഞ്ഞിന് 4 വയസ്സ് പൂർത്തിയായ ജന്മദിനം വരുന്നത് ഏത് ദിവസമായിരിക്കും? ആൻസർ ഓപ്ഷൻ സി ബുധൻ. ഇൻറ്റു എന്നത് പ്ലസും ഹരണം എന്നത് മൈനസും മൈനസ് എന്നത് ഇൻറ്റും പ്ലസ് എന്നത് ഹരണവുമായാൽ 13 × 5 - 20 + 10 / 9 എന്നതിൻ്റെ വില എന്ത്? ആൻസർ ഓപ്ഷൻ എ 26. ഇഫ് ഐ സോ എ സ്നേക്ക് അണ്ടർ മൈ സോഫ ഐ ഡാഷ് എവേ. ആൻസർ ഓപ്ഷൻ ബി വുഡ് റൺ. വൺ ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് ഈസ് മിസ്സ്പെൽഡ്. ഐഡൻറ്റിഫൈ ദ വേർഡ്. ആൻസർ ഓപ്ഷൻ സി ഒക്കറൻസ്, EN ആണ്. ഇനി എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത്? ഓപ്ഷൻ എ ആണ്. നോ അതർ ഗ്രീക്ക് ഹീറോ വാസ് എ ബ്രേവ് ആസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് വരുന്നത്. ഇവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത് നോക്കിയേ. മീനിങ് ഒന്നും ചേഞ്ച് ചെയ്യാണ്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. നെക്സ്റ്റ് എന്താണ്? ദ ഫോറിൻ എക്സ്പ്രഷൻ കാർട്ടെ ബ്ലാഞ്ചെ മീൻസ്. ആൻസർ ഓപ്ഷൻ എ കംപ്ലീറ്റ് ഫ്രീഡം. ആൻറ്റോണിം ഓഫ് ഗ്രെഗോറിയസ്. ആൻസർ ഓപ്ഷൻ എ റിസർവ്ഡ്. Change the following sentence into indirect speech. Answer option D. The man asked the people at the bus stop if they do not believe him. Add an appropriate tag. Let's have a break now. Answer option B. Shall we? Rewrite the following sentence into passive voice. Answer option D. Let one more attempt be made. The head office has dashed his request for transfer. Answer option A. Turned down. The meaning of the idiom cut corners is. Answer option B. To do something in the easiest way. തന്നിരിക്കുന്നതിൽ നിന്നും ശരിയായ മാത്രം തിരഞ്ഞെടുത്ത് എഴുതുക. ആൻസർ ഓപ്ഷൻ സി 1, 3. കവി, കവയിത്രി, അതുപോലെ അധ്യാപകൻ, അധ്യാപിക. ചുവപ്പ് എന്ന പദത്തിന് സമാനാർത്ഥം വരുന്ന ജോഡി തിരഞ്ഞെടുത്ത് എഴുതുക. ആൻസർ ഓപ്ഷൻ ബി ശോണം, അരുണം. തന്നിരിക്കുന്നതിൽ നിന്നും ശരിയായ പ്രസ്താവന അല്ലാത്തതേത്? ആൻസർ ഓപ്ഷൻ ഡി ഇതിലേതുമില്ല. താഴെ തന്നിരിക്കുന്ന ഒറ്റപ്പദങ്ങളിൽ ശരിയായവ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ സി 2, 3. ഋഷിയെ സംബന്ധിച്ചത് ആർഷം, ആത്മാവിനെ സംബന്ധിച്ചത് ആത്മികം. എളുപ്പത്തിൽ തകരാത്തതും ദീർഘകാലം നിലനിൽക്കുന്ന സ്വഭാവമുള്ളതുമായ ഒന്നിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്ക് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ അഭംഗുരം. തന്നിരിക്കുന്നതിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുത്ത് എഴുതുക. ആൻസർ ഓപ്ഷൻ ബി ആണ് 2ഉം 4ഉം. പുതു പ്ലസ് കലം പുതുക്കലം, കട പ്ലസ് കോൽ കടങ്കോൽ. ഇതിലേതാണ് കേവല ക്രിയയോട് ചേർന്ന് നിൽക്കാത്തത്? ആൻസർ ഓപ്ഷൻ ഡി ഓടിക്കുന്നു. തന്നിരിക്കുന്നതിൽ വിനയച്ചതിന് ഉദാഹരണമായത് ഏത്? ആൻസർ ഓപ്ഷൻ സി പറഞ്ഞു കേട്ടു. പീനം എന്ന വാക്കിൻ്റെ വിപരീത പദം കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി ശുഷ്കം. കപ്പൽ മുളകിൻ്റെ പര്യായമായി താഴെ പറയുന്നതിൽ ശരിയായവ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ സി ആണ് 1, 3, 4. കൊല്ലമുളക്, വറ്റൽ മുളക്, പറങ്കി മുളക്.
ഒരു ഖരപദാർത്ഥം ചൂടാകുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതകമായി മാറുന്ന പ്രക്രിയയ്ക്ക് ഡേഷ് എന്ന് പറയുന്നു. ആൻസർ ഓപ്ഷൻ എ ഉത്പതനം. ജലത്തിൻ്റെ തിളനില ഡേഷാണ്. ആൻസർ ഓപ്ഷൻ സി 100 ഡിഗ്രി സെൽഷ്യസ്. ക്ലോറിൻ്റെ ആറ്റോമിക് നമ്പർ എത്ര? ആൻസർ ഓപ്ഷൻ എ 17. സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ നൈട്രജൻ വളങ്ങളുടെ നിർമ്മാണത്തിന് വേണ്ട ഒരു പ്രധാന അസംസ്കൃത രാസവസ്തുവാണ്. ആൻസർ ഓപ്ഷൻ ഡി ബ്യൂട്ടൈൻ. LPGയുടെ UN നമ്പർ? ആൻസർ ഓപ്ഷൻ ഡി 1075. താപനിലയുടെ അടിസ്ഥാന യൂണിറ്റ്? ആൻസർ ഓപ്ഷൻ എ കെൽവിൻ. മെക്കാനിക്കൽ ഫോം ടൈപ്പ് എക്സ്റ്റിങ്ക്യൂഷർ താഴെ പറയുന്ന ഏത് തരം തീപിടുത്തത്തിനാണ് ഉപയോഗിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ടൈപ്പ് ബി ടൈപ്പ്. സംവഹനം നടക്കുന്നത് ഏത് അവസ്ഥയിലാണ്? ആൻസർ ഓപ്ഷൻ ബി ദ്രാവകം. പാസ് വിശദീകരിക്കുക. പുൾ, എയിം, സ്കീ, സ്വീപ്പ്. പ്രഥമ ശുശ്രൂഷയുടെ ഉപജ്ഞാതാവ് ആര്? ആൻസർ ഓപ്ഷൻ സി ഫ്രെഡറിക് ഇസ്മാർക്ക്. ചതവോട് കൂടിയ മുറിവുകൾക്ക് പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ ബി കൺഡ്യൂസ്ഡ് മുറിവ്. ധമനികൾ മുറിഞ്ഞുള്ള രക്തസ്രാവം എങ്ങനെ മനസ്സിലാക്കാം? ആൻസർ ഓപ്ഷൻ ബി രക്തം ശക്തിയായി പുറത്തേക്ക് തെറിക്കുന്നു. അസ്ഥികൾ ഒടിഞ്ഞ ആന്തരിക അവയവങ്ങളിൽ തുളച്ചുകയറി ഉണ്ടാകുന്ന തരം ഒടിവ് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി കോംപ്ലിക്കേറ്റഡ് ഫ്രാക്ചർ. പാമ്പ് കടിയേറ്റാൽ ചെയ്യേണ്ടാത്ത കാര്യം? ആൻസർ ഓപ്ഷൻ ബി ആണ്. നടക്കുകയോ ഓടുകയോ ചെയ്യണം. ഹൃദയത്തിൻ്റെ താളം വിശകലനം ചെയ്യാനും ആവശ്യമെങ്കിൽ വൈദ്യുത ഷോക്ക് നൽകാനും കഴിയുന്ന സങ്കീർണമായ ഉപകരണം? ആൻസർ ഓപ്ഷൻ എ AED. പ്രായപൂർത്തിയായ ഒരു വ്യക്തിക്ക് CPR കൊടുക്കുമ്പോഴുള്ള ചെസ്റ്റ് കംപ്രഷൻ വെന്റിലേഷൻ അനുപാതം എത്രയാണ്? ആൻസർ ഓപ്ഷൻ ഡി 30:2. പൊള്ളലുണ്ടാകുമ്പോൾ ചർമ്മത്തിൽ കുമിളകൾ ഉണ്ടായാൽ അത് ഏത് തരം പൊള്ളലാണ്? ആൻസർ ഓപ്ഷൻ ബി 2ാം ഡിഗ്രി പൊള്ളൽ. ആഹാരപദാർത്ഥങ്ങൾ തൊണ്ടയിൽ കുടുങ്ങുന്നത് മൂലമുള്ള ശ്വാസതടസ്സത്തെ എന്താണ് പറയുന്നത്? ആൻസർ ഓപ്ഷൻ ബി ചോക്കിംഗ്. സാങ്കേതിക വിദ്യാ നിയമം 2000 വകുപ്പ് 66 പ്രകാരം വകുപ്പ് 43 പരാമർശിച്ച ഏതെങ്കിലും പ്രവൃത്തി അസത്യസന്ധമായോ വഞ്ചനപരമായോ ചെയ്യുന്നയാൾക്ക് ലഭിക്കാവുന്ന ശിക്ഷ? ആൻസർ ഓപ്ഷൻ ബി പരമാവധി 3 വർഷം വരെ തടവോ അല്ലെങ്കിൽ 5 ലക്ഷം രൂപ വരെ പിഴ അല്ലെങ്കിൽ രണ്ടോ. സാങ്കേതിക വിദ്യാ നിയമം 2000 പ്രകാരം ഈ നിയമപ്രകാരം ലഭിച്ച അധികാരങ്ങൾ ഉപയോഗിച്ച് ഒരു വ്യക്തി ഏതെങ്കിലും ഇലക്ട്രോണിക് രേഖ, പുസ്തകം, രജിസ്റ്റർ വിവരങ്ങൾ അല്ലെങ്കിൽ രേഖകൾ എന്നിവയിൽ പ്രവേശനം നേടിയ ശേഷം ബന്ധപ്പെട്ട വ്യക്തിയുടെ സമ്മതമില്ലാതെ അതിനെ മറ്റൊരാളോട് വെളിപ്പെടുത്തുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ലഭിക്കാവുന്ന ശിക്ഷ എന്താണ്? ആൻസർ ഓപ്ഷൻ എ പരമാവധി 3 വർഷം തടവ്. സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസ സമ്പ്രദായം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയത്? ഓപ്ഷൻ സി ഗൗരി പാർവതി ബായ്. ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ഒരു ചെറി എന്ന് ഡൽഹൌസി പ്രഭു വിശേഷിപ്പിച്ചത് എന്തിനെ? ആൻസർ ഓപ്ഷൻ ബി ഔദ്. 2026 G7 ഉച്ചകോടി നടക്കുന്ന രാജ്യം? ആൻസർ ഓപ്ഷൻ ഡി ഫ്രാൻസ്. പ്രത്യക്ഷ സമര ദിനത്തിന് ആഹ്വാനം ചെയ്തത് ആര്? ആൻസർ ഓപ്ഷൻ സി മുഹമ്മദ് അലി ജിന്ന. ശിവയോഗ വിലാസം എന്ന മാസിക ആരംഭിച്ചത് താഴെ പറയുന്നതിൽ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി വാഗ്ബടാനന്ദൻ. പൂർണ്ണ സ്വരാജാണ് കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം നടന്നത്? ആൻസർ ഓപ്ഷൻ എ ലാഹോർ. മിശ്ര വേലിയേറ്റത്തെക്കുറിച്ച് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ സി 2 മാത്രം. ഉയരത്തിൽ വ്യത്യാസമുള്ള വേലിയേറ്റങ്ങളെ മിശ്ര വേലിയേറ്റം എന്ന് വിളിക്കുന്നു. നെക്സ്റ്റ്, അന്തരീക്ഷത്തിലെ ഹരിതഗൃഹ വാതകങ്ങളിൽ ഏറ്റവും അധികമുള്ള വാതകം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി കാർബൺ ഡൈ ഓക്സൈഡ്. താഴെ പറയുന്നതിൽ ഖാരിഫ് വിള സീസണുമായി ബന്ധപ്പെട്ട മാസങ്ങൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ബി ജൂൺ ടു സെപ്റ്റംബർ. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ആൻസർ ഓപ്ഷൻ എ 1, 3 ശരിയാണ്. ഹിമാലയൻ പർവ്വത നിരകളിൽ നിന്ന് ഒഴുകുന്ന അരുവികളും നദികളും അപ്രത്യക്ഷമാകുന്ന മേഖലയെ ബാബർ എന്ന് വിളിക്കുന്നു. അതുപോലെ ഹിമാലയൻ പർവ്വത നിരകളിൽ നിന്ന് ഒഴുകുന്ന അരുവികളും നദികളും അപ്രത്യക്ഷമാകുന്ന മേഖലയെ ബാങ്കർ എന്ന് വിളിക്കുന്നു. ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിലെ 2ാമത്തെ വലിയ കൊടുമുടി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ദോഡാബേട്ട. ചിത്രശലഭ സങ്കേതമായി പ്രഖ്യാപിച്ച കേരളത്തിലെ വന്യമൃഗ സങ്കേതം? ഓപ്ഷൻ എ ആറളം. തൊഴിൽ ഘടന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ സി വിവിധ തരം തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന ജനസംഖ്യാ വിതരണം. വൻകിട വ്യവസായങ്ങളെ വളർച്ചയ്ക്ക് പ്രാധാന്യം നൽകിയ പഞ്ചവത്സര പദ്ധതി ഏതാണ്? ഓപ്ഷൻ ബി 2ാമത്തെ പദ്ധതി. നീതി ആയോഗിൻ്റെ ആദ്യത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? ആൻസർ ഓപ്ഷൻ എ സിന്ധു ശ്രീ ഖുള്ളർ. ദാരിദ്ര്യ രേഖ നിർണയവുമായി ബന്ധപ്പെട്ട് ജയിൽ ജീവിത ചെലവ് എന്ന ആശയം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി ദാദാഭായ് നവറോജി. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. എത്രയാണ് മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യാം.